ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ രേവതിക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രേവതി സച്ചിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ സച്ചിയുടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിക്കൻ കറി വെക്കുവാണേ. ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചേട്ടന് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണല്ലോ, എന്തായാലും ഇത് കഴിച്ചിട്ടെങ്കിലും സച്ചേട്ടൻ്റെ ദേഷ്യം കുറയോ എന്നുള്ള കാര്യം നോക്കായെന്ന്. അതേസമയം വർഷയാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വർഷയ്ക്ക് ചിക്കൻ കറിയുടെ മണം അടിക്കുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി ചിക്കൻ കറിയുടെ മണമെന്ന് വർഷ പറയുമ്പോഴേക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയ്ക്ക് ചിക്കൻ കറിയുടെ മണം അടിച്ചിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. വർഷയെ കാണുന്ന സമയത്ത് ചന്ദ്ര വിചാരിക്കുന്നത് വർഷ വരുന്ന സമയത്ത് ചിക്കൻ കറി എന്തോ മേടിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ വർഷയെ, നീ ചിക്കൻ കറി മേടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി, ഞാൻ മേടിച്ചുകൊണ്ട് വന്നതല്ല, ചിക്കൻ കറിയുടെ മണം നമ്മുടെ കിച്ചണിൽ നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് രേവതി ചേച്ചിയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അവളോ? രേവതി, നീ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇതാമ്മേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി കൊണ്ടുപോയിട്ട് ടേബിളിൽ വെക്കുമ്പോഴേക്കും വർഷയാണെങ്കിൽ ചന്ദ്ര അങ്ങ് തട്ടി മാറ്റിയിട്ട് ചിക്കൻ കറിന് അടുത്ത് ചെന്നിട്ട് അതങ്ങ് മണത്ത് നോക്കുന്നുണ്ടേ. രേവതി ചേച്ചി, ഞാൻ നല്ല വിശന്നിട്ടാണ് കയറി വന്നത്. ചേച്ചി എന്തായാലും ചിക്കൻ കറി വെച്ചല്ലോ, അതുകൊണ്ട് ദോശയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുമാത്രമല്ല, ചിക്കൻ കറിയിലെ തവി കൊണ്ട് ഒരു ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് വർഷ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണേ. രേവതി അങ്ങനെ പൊക്കുന്നത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഒരുമാതിരി മുഖമൊക്കെ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ കറി ഇങ്ങനെ തന്നെ വെച്ചാൽ ഞാൻ മൊത്തത്തിൽ കഴിച്ച് തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ പാത്രം എടുക്കുമ്പോഴേക്കും വർഷ അതവിടെ വെക്ക്. അങ്ങനെ നിനക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് മൊത്തം കറി മാത്രമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. എന്താ രേവതി, ഭക്ഷണം ഉണ്ടാക്കി നീ കഴിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഇനി ദോശ ഉണ്ടാക്കാനും കൂടി ഉണ്ടെന്ന് പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്ക്, എനിക്ക് നേരത്തിനും കാലത്തിനൊക്കെ തിന്നണം. ഞാനൊക്കെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്, അല്ലാതെ കിട്ടുന്ന നേരത്ത് കഴിച്ചിട്ടുള്ള ശീലമുള്ള ആളല്ല എന്ന് പറയണേ. അത് കേട്ട ഉടനെ തന്നെ വർഷ വയ്ക്കുന്നുണ്ട്, ആൻറ്റി ആരെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതിന് മറുപടി ഒന്നും പറയാതെ ചന്ദ്രൻ നിൽക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷേ, ഈ വീട്ടില് അമ്മ ചില്ലർ എന്നുള്ള കാര്യം പറയുന്നത് എന്നെ കുറിച്ച് മാത്രമാണ് വർഷേ. ആൻറ്റി എന്തായാലും ചേച്ചി ഉണ്ടാക്കിയല്ലോ, നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റി കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഫാസ്റ്റ് ഫുഡ് പോലെ കഴിച്ചു കഴിഞ്ഞാൽ ആൻറ്റി അത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, നീ എന്തിനാ വർഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൻറ്റി എന്താണ് സപ്പോർട്ട് ആദ്യത്തെന്നൊക്കെ പറയുന്നത്? സ്കൂൾ പിള്ളേരെ പോലെ അവര് തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും. അതിന് രേവതി ചേച്ചി തെറ്റൊന്നും ചെയ്തില്ലല്ലോ, കറക്റ്റ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ ശരിയല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിന് ആന്റിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതുമാത്രമല്ല, തേനും അതുപോലെ പഞ്ചസാരയും വെച്ചിട്ട് എന്തോ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, നീ എന്താ വർഷേ എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സീരിയൽ ഡയലോഗ് പറയുന്നത്? ആന്റി കറക്റ്റ് ആയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തിനു പറഞ്ഞതാണെങ്കിലും ആന്റി പോയിന്റ് കറക്റ്റ് അല്ലേ? വർഷ പറയുന്നൊന്നും കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആന്റി ഇന്നെന്താ ചിക്കൻ കറിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രുതി കയറി വരുന്നത്. അതുമാത്രമല്ല, ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് വന്നത്, എന്നാൽ ഈ ചിക്കൻ കറിയുടെ മണം അടിച്ചപ്പം പ്രത്യേക ഒരു എനർജി വന്നതുപോലെ. എന്തായാലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രോങ് ആവണമെന്നാണ് തോന്നുന്നത്. അല്ല അമ്മേ, അമ്മ സാധാരണയായിട്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഈ ഒരു സ്മെല്ല് എന്തോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. എങ്കിലും അമ്മ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഇത് കേട്ട ഉടനെ വർഷയാണെങ്കിൽ ഭയങ്കര ചിരിയാണേ. ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ കോമഡി പറയാണോ? ഈ വീട്ടിൽ വന്നത് മുതൽ ഞാൻ കാണുന്നതല്ലേ ആന്റി, ഒരു ദിവസം പോലും കുക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. രേവതി ചേച്ചിയാണ് ടേസ്റ്റ് ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. രേവതി ചേച്ചി, ഞാൻ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് വർഷ ചിരിച്ചും കൊണ്ട് അങ്ങ് പോവാണേ. എന്താണ് അമ്മയെ തന്നെ കളിയാക്കി സംസാരിക്കുന്ന രീതിയിലാണല്ലോ അവൾ പറഞ്ഞിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്? അവളടുത്ത് എന്നെ കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെയും. പോയിട്ട് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുകയാണേ. ശരി ആന്റി, ഞങ്ങൾ റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പോയി ദോശ ഉണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് ഓടിക്കുകയാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം രേവതി ചേച്ചി, ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്, ഞാനും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ ഇന്നേ വരെ വന്നിട്ടില്ല. ശ്രീകാന്തും രേവതിയെ പൊക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഓ എന്നുള്ള മട്ടില് അവിടെ തലയ്ക്ക് കൈയും വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. ചേച്ചി അതിന് മാത്രം എന്താണോ ഇതിനകത്ത് ഇടുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇടയിൽ കയറി പറയുന്നുണ്ട്, ചിക്കൻ കറിയിലെ ചിക്കൻ അല്ലാണ്ട് പിന്നെ വേറെ എന്താണോ ഇടുന്നത്, കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നു. അമ്മേ, നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതാണെന്നുള്ള കാര്യം തന്നെ പറയണം. രേവതി ചേച്ചി, ഞാനിന്ന് വർഷയും കൂട്ടിയിട്ട്
പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചേച്ചി ഇത്രയും വലിയൊരു ട്രീറ്റ് തന്നെ ഒരുക്കിയില്ലേ. ചേച്ചി അവള് വന്നോന്ന് ചോദിക്കുമ്പോൾ അവള് ഉള്ളിലുണ്ട്. ശരി, ഞങ്ങൾ എന്തായാലും ഫ്രഷപ്പ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോവാണേ. തുടർന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതായി കാണിക്കുന്നത്. വർഷ ആദ്യം തന്നെ കഴിച്ചിട്ട് പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, വേണമെങ്കിൽ ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന്. അത്രയ്ക്കും വിശപ്പുണ്ടോ വർഷ നിനക്ക് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, ചേച്ചി ഞാനല്ലേ ഈ കറി ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, അത്രയ്ക്ക് സൂപ്പറാണ്, ഇതുവരെ ഒരു ഹോട്ടലിൽ നിന്നും ഞാൻ ഇതുപോലത്തെ ചിക്കൻ കറി കഴിച്ചിട്ടില്ല. അതെന്താ ശ്രീകാന്ത് ഇതുവരെ ഇങ്ങനത്തെ ചിക്കൻ കറി ഒന്നും വെച്ച് തന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, രേവതി ചേച്ചിയുടെ കുക്കിങ്ങിന് മുമ്പില് ശ്രീകാന്തിന്റെ കുക്കിംഗ് കുറച്ച് താഴെയാണ്. അപ്പോഴേക്കും രവിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വരേണ്ടത്, പക്ഷേ വർഷ പറഞ്ഞതുപോലെ തന്നെ രേവതി ചേച്ചിയുടെ കുക്കിങ്ങിന്റെ അടുത്ത് പോലും എനിക്ക് ഇതുവരെ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. രേവതി ചേച്ചി എന്തായാലും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പൂ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കുശുമ്പളകിയുടെ ചന്ദ്ര അവിടുന്ന് പറയുന്നുണ്ട്, അതെ പൂ കിട്ടുന്നവളല്ലേ, അതുകൊണ്ടാണ് ചിക്കൻ പൂ പോലെ ഇരിക്കുന്നത്. നിന്റെ അടുത്ത് ഇപ്പൊ ചന്ദ്ര ആരെങ്കിലും ഉപമ പോലെ സംസാരിക്കാനൊക്കെ പറഞ്ഞു, മര്യാദയ്ക്ക് മിണ്ടാതെ കഴിക്കാൻ വേണ്ടി നോക്ക്. രവി കഴിച്ചു നോക്കിയിട്ട് ഇങ്ങനെ തലകൊണ്ട് സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ തലയാട്ടുന്നത് കാണുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അങ്കിളെ ചിക്കൻ കറി സൂപ്പർ അല്ലേ എന്ന്. രേവതിയുടെ ഭക്ഷണം അല്ലെങ്കിൽ എപ്പോഴും സൂപ്പറാണ്, അങ്ങനെയൊന്നുമില്ല, ഇതിനകത്ത് ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് ചന്ദ്ര രേവതി ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, ഇല്ലല്ലോ അമ്മേ, നല്ല പോലെ തന്നെയാണല്ലോ ഉള്ളത്. വർഷയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ആന്റിക്ക് കുറച്ച് BP കൂടുതലാണെന്നാ തോന്നുന്നത്, എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ വർഷ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്, അവളുടെ ശരീരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇല്ല എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും, ഇല്ല ചന്ദ്ര നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയാണ് രവി. അമ്മയല്ലേ പറഞ്ഞത് ഇതിനകത്ത് ഉപ്പ് കൂടുതലാണെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, അത് ഞാൻ ചിക്കൻ കറി മാത്രം കഴിച്ചപ്പോഴാണ് എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ പോലെ തോന്നിയത്, എന്നാൽ ദോശയോടൊപ്പം കഴിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് പറയാം. ചന്ദ്ര കിടന്ന് ഉരുളുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നത്, ചേച്ചി ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങുന്ന സമയത്ത് ചേച്ചി എനിക്ക് ഈ റെസിപ്പിയൊക്കെ പറഞ്ഞു തരണമെന്നാണ്. ഇല്ല രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചി പാറ്റേൺ റൈറ്റ് മേടിച്ചോളണം, അവന്റെ അടുത്ത് കാശ് ഉറപ്പായിട്ട് മേടിക്കണം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല വർഷേ, ഞാൻ എന്തിനാണ് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത്. ശ്രീകാന്ത് റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെന്നിട്ട് 3 നേരം അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇതുപോലെ തന്നെയാണ് എന്റെ അമ്മയും ചെയ്യാറ്. നാട്ടില് നീ കഴിച്ചിട്ടില്ല രേവതി, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. രേവതിയെ പുകഴ്ത്തി പറയുന്നതൊന്നും ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടാവാത്തതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ വായാണെന്നുണ്ടെങ്കിൽ അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ. അതിന് മാത്രം ഒന്നുമില്ല, ഇത് ചിക്കൻ നല്ലതായതുകൊണ്ടാണ് ചിക്കൻ കറി നല്ലതായിട്ടിരിക്കുന്നത്. അതിന് കറക്റ്റ് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അമ്മേ, ചിക്കൻ നന്നായെന്ന് കരുതിയിട്ട് ആർക്കും ചിക്കൻ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. രേവതി ചന്ദ്രയ്ക്ക് കൊടുത്ത മറുപടി കേട്ടിട്ട് വർഷയ്ക്ക് ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ആന്റിക്ക് രേവതി ചേച്ചിയുടെ കുക്കിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നേയില്ല, അതുകൊണ്ടാണ് ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്. ശ്രുതി ചേച്ചി കറി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണേ. നന്നായിട്ടുണ്ട് കറിയും, അതുപോലെ തന്നെ ചിക്കൻ നല്ലതാണ്, സാധാരണ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെയാണോ രേവതി മേടിക്കാറ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല, എനിക്ക് ഒരു ചേച്ചി വേറൊരു കട പറഞ്ഞു തന്നു, അവിടുന്ന് മേടിച്ചതെന്ന് പറയുകയാണേ. രേവതിക്ക് ചേച്ചിമാര് പറഞ്ഞു കൊടുത്ത് മേടിച്ചിരിക്കുന്ന കട വേറെ ആരുടെയും അല്ല കേട്ടോ, നമ്മുടെ ബീരാന്റെ ആണ്. എന്തായാലും ഇനി മുതൽ അവിടുന്ന് തന്നെ ചിക്കൻ മേടിച്ചാൽ മതി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ചിക്കൻ എവിടുന്ന് മേടിച്ചു കഴിഞ്ഞാലും രേവതി ചേച്ചിയല്ലേ, ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വേറെ ലെവലായിട്ട് മാറും. മതി വർഷേ, എത്ര പേരിച്ചിട്ട് എങ്ങനെ പുകഴ്ത്തുന്നത്. സംസാരം നിർത്തിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് കഴിക്കാൻ വേണ്ടി നോക്കി. അത് കഴിഞ്ഞ് രേവതി ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോയി ഇങ്ങനെ നോക്കുവാണേ, സച്ചി വരുന്നുണ്ടോ എന്നുള്ള കാര്യം. രേവതി പോയി നിൽക്കുന്നത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, സച്ചി ഇനിയും വന്നില്ലേ എന്ന്. ഇല്ല അച്ഛാ, ഞാനും സച്ചിയേട്ടനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ചൂടോടെ കഴിച്ചാൽ മാത്രമല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ രവി ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചിക്ക് ബാക്കി വെക്കണ്ട എന്നുള്ള രീതിയിൽ ചന്ദ്രയാണെങ്കിൽ മനഃപൂർവ്വം എല്ലാവർക്കും കറിയൊക്കെ വിളമ്പി കൊടുക്കുവാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴേക്കും അതിനകത്തുള്ള ചിക്കൻ കറി മൊത്തമായിട്ട് കഴിയുന്നുണ്ട്. കഴിച്ചിട്ട് നമ്മുടെ രവി എണീക്കുമ്പോഴേക്കും, അച്ഛാ ഒരു ദോശയും കൂടി കഴിക്കാനൊക്കെ രേവതി പറയുന്നുണ്ട്. വേണ്ട ഞാൻ നന്നായിട്ട് കഴിച്ചു, ഇനി എല്ലാവർക്കും കഴിക്കണ്ടേ, സച്ചിയും കഴിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രവി പോകുന്നുണ്ട്. രവിക്കാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വെക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് കഴിക്കുന്നത്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ മൊത്തം തീർക്കണം, ഒരു പൊടി പോലും അവനുണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരുമാതിരി വൃത്തികെട്ട ഒരു സ്വഭാവം കാണിക്കാനായിട്ട് ചെയ്യുന്നത്. എല്ലാവരും നിർബന്ധിച്ചിട്ട് പാത്രം കാലിയാക്കുന്ന രീതിയിൽ ഫുള്ള് തീർത്തതിന് ശേഷം ഏമ്പക്കം വിട്ടിട്ട് നേരെ പോയി കൈ കഴുകുവാണേ ചന്ദ്ര. എന്തായാലും ഇന്ന് വയറ് നിറയെ കഴിച്ചു. ഇത്രയും കുറ്റമൊക്കെ പറഞ്ഞിട്ട് തന്നെ നീ വയറ് നിറച്ച് കഴിച്ചെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ നീ പാത്രം കൂടി തിന്നുമായിരുന്നല്ലോ. അത് കേട്ട് ചന്ദ്ര ഒരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് ഒരു രവിയെ. രവി അതും പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് പോവാണ്. ഭക്ഷണം കഴിച്ചിട്ട് ശ്രുതിയും ഒക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ വർഷയ്ക്ക് ശ്രീകാന്തിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം മൊത്തം കാലിയായി. ചേച്ചി വേറെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും, അതെങ്ങനെ എടുത്തു വെക്കുന്നത്, ചേച്ചി എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെയല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്, ചേച്ചിക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തുതരാ എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോൾ, വേണ്ട എനിക്ക് ചട്നി ഉണ്ട്, ഞാൻ അതും കൂട്ടിയിട്ട് കഴിച്ചോളാം, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചില്ലേ, അത് മതി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. തുടർന്ന് ശ്രീകാന്ത് വർഷ റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്.
എല്ലാവരും കഴിച്ചിട്ട് പ്ലേറ്റും എച്ചിലും എല്ലാം ടേബിളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒന്ന് അനക്ക പോലും ചെയ്തിട്ടില്ല തിന്നെടുത്തുനിന്ന്. അങ്ങനെയാണ് എല്ലാം പോയി കിടന്നുറങ്ങിയിരിക്കുന്നത്. രേവതി ആണെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. സച്ചിയാണെങ്കിൽ കാണുന്നുമില്ല. ഫുഡെല്ലാം കഴിച്ച് മൊത്തം തീർത്ത് പാത്രം മാത്രം വെച്ചിരിക്കുകയാണ് എച്ചിലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചി ഇങ്ങനെ മടിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി വരുന്നത്. രേവതിയുടെ അരികെ ചെന്നിരിക്കുകയാണ്. തലകുനിച്ചിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്ത് പറ്റി സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. കൈ കാണിക്കുമെന്ന് പറയാണേ. രേവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. കൈ കാണിക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. ആ കൈകളിലേക്ക് സച്ചി ഹലുവ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഹൽവയാണ് കഴിക്കുകയെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്ര മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. അവിടെ ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത്, അവർ തമ്മിൽ അടിയാണോ എന്നുള്ള കാര്യം കാണണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ഇതെന്തിനാ സച്ചേട്ടൻ രാവിലെ ദേഷ്യം പിടിച്ചിട്ടല്ലേ പോയതെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം അതില്ല. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല. ആലോചിച്ച് നോക്കിയപ്പോൾ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ നിന്റെ അനിയന്റെ പിറന്നാളിന് പോയി. ഇതിലല്ലെങ്കിലും എന്താ തെറ്റുള്ളത്? ഇതൊന്നും കേട്ടിട്ട് രേവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നിന്റെ അനിയനോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവൻ എപ്പോഴും സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നവനല്ലേ. അവനെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഈ ആന്റണിയെ പോലുള്ള ആൾക്കാരോട് കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്താകും? ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, വെള്ളത്തിനകത്ത് ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാലും അത് വിഷം തന്നെയാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഈ ആന്റണിയെ പോലുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുന്നതും. ആ ദേഷ്യമാണ് എനിക്ക്. എങ്കിലും അത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. അതിലേക്ക് നിന്നെ ഒരിക്കലും വലിച്ചഴക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് തെറ്റാണ്. അല്ലെങ്കിലും അനിയനും ചേച്ചിക്കും ഇടയിൽ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാൻ ഞാൻ ആരാണ്? ഇനി ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് അവൻ്റെ അടുത്ത് സംസാരിക്കരുതെന്നോ കാണരുത് എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല. അത് എത്ര വലിയ തെറ്റാണെന്നുള്ള കാര്യം രേവതി ഇന്നാണ് എനിക്ക് മനസ്സിലായത്. നിന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടാവുമല്ലോ രേവതി. എന്തായാലും ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണിങ്ങനെ നിറയുവാണേ. തുടർന്ന് രേവതിയാണെങ്കിൽ സച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട്, സച്ചേട്ടാ എനിക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. എനിക്കറിയാം സച്ചേട്ടൻ എന്നെ മനസ്സിലാക്കൂ എന്നുള്ള കാര്യം. സച്ചേട്ടന് ശരത്തിനോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അവൻ ഇനി ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോയില്ല. അവൻ പോവാതിരുന്ന സന്തോഷമാണ്. പക്ഷെ പോയാലോ അവന്റെ ജീവിതം ഇല്ലാതാവില്ലേ? അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശരി, അതൊക്കെ വിട്ടേക്ക്. എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ സച്ചി. അതേസമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സച്ചേട്ടൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആടാ വന്നു. അത് മാത്രമല്ല സച്ചേട്ടാ സോറി എന്നും കൂടി പറയുന്നുണ്ട്. എന്തിനാടാ നീ സോറി പറയുന്നത്? അതെ സച്ചേട്ടാ, ഇന്ന് രേവതി ചേച്ചി നല്ല സൂപ്പർ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മുഖത്ത്. പക്ഷേ എല്ലാവരും കൂടി കഴിച്ചപ്പോൾ അത് തീർന്നു പോയി. എന്താടാ നീ പറഞ്ഞത്? ചിക്കൻ കറി മൊത്തം തീർന്നു എന്നോ? ഒരു ഇച്ചിരി പോലും വെക്കാതെ മൊത്തം എല്ലാം കഴിച്ചോ? അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു സച്ചേട്ടാ. രേവതി ചേച്ചി, അത് മാത്രമല്ല എനിക്കും വർഷയ്ക്കിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത്. എന്നാൽ ചേച്ചിയുടെ ചിക്കൻ കറിയിൽ അവള് ആ കാര്യങ്ങളെല്ലാം മറന്നു. എന്ന് കരുതിയിട്ടേടാ ഒരു ഇച്ചിരിയെങ്കിലും എനിക്ക് വെക്കണ്ടേടാന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഭയങ്കര സങ്കടത്തോടു കൂടി ശ്രീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സച്ചിയുടെ നിക്ക് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കറി എടുത്തോണ്ട് വരുവാണേ. കറി എടുക്കാൻ വേണ്ടി രേവതി പോയതിനു ശേഷം ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഇച്ചിരി പോലും വെക്കാതെ മൊത്തത്തിൽ കാലിയാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടാ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അത് കേട്ട് സച്ചിക്ക് നല്ല വിഷമാവുന്നുണ്ട്. രേവതി ആണെങ്കിൽ കറി എടുത്തോണ്ട് വരുന്നത് കാണുമ്പോൾ എന്താ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണോ എന്ന് ചോദിക്കുകയാണേ. അത് കേട്ട ഉടനെ രേവതി ആണെങ്കിൽ പാത്രത്തിന്റെ മൂടി അങ്ങ് തുറന്നു വെക്കുന്നുണ്ട്. കണ്ട ഉടനെ തന്നെ ചിക്കൻ കറിയാന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. എടാ ചിക്കൻ കറീന്റെ മണം അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടാ? അല്ല ചേച്ചി, ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് മൊത്തത്തിൽ കഴിഞ്ഞതല്ലേ, പിന്നെ ഇതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സച്ചിയേട്ടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെയല്ലേ. സച്ചേട്ടൻ എന്തായാലും ഭയങ്കര ലക്കിയാണ് കേട്ടോ. ചേച്ചി സച്ചേട്ടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു, എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണേ. ഇതെല്ലാം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്നിങ്ങനെ മറന്നു കാണുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ഹൽവയുടെ ആ പാത്രം തുറന്നിട്ട് അവളുടെ അടുത്ത് ഹൽവ കഴിക്കാൻ വേണ്ടി പറയാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ദോശയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചന്ദ്ര ഇങ്ങനെ മാറി നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ. അല്ല രേവതി, നമുക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം ചോദിക്കുകയാണേ. അത് കേട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൽവയുടെ കഷ്ണം എടുത്തിട്ട് സച്ചിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിടയിൽ പ്രശ്നം മൊത്തത്തിൽ മാറിയില്ലെന്ന് ചോദിക്കുമ്പോൾ
ആ മാറി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ രേവതി. അത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നുള്ള കാര്യം ചന്ദ്ര പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. രേവതി ഭക്ഷണം അത്രയും സൂപ്പറാണ് കേട്ടോ. എന്തായാലും ഭക്ഷണത്തിലെ കാര്യത്തിൽ നിന്നെ വെല്ലാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കഴിച്ചോണ്ടിരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ നന്നായിട്ട് കഴിക്കുമെന്ന്. സച്ചി കഴിക്കുന്നതും കണ്ടിങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി രേവതി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത് രേവതി കാണുന്നത്. ഇന്നലെ സച്ചി കുടിച്ചു വന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എരിപിരി കയറ്റി കൊടുത്തതാണല്ലോ. അവർ രണ്ടുപേരും തമ്മിൽ അടിയായി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പത്തെ ആ ഒരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഇന്നലെ ഹലുവ കഴിക്കാൻ വേണ്ടി തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ രേവതിക്കാണെങ്കിൽ തിരിച്ച് ഹലുവ കൊടുത്തല്ലേ പറ്റുള്ളൂ. രേവതി അവിടുന്ന് എഴുന്നേക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടായെന്ന്. 1 മിനിറ്റ് സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് രേവതി ആ ഹലുവയുടെ പാത്രമായിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഇതാ അമ്മയെന്ന് പറഞ്ഞിട്ട് നീട്ടുന്നുണ്ടേ. എന്താ ഇതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇന്നലെ രാത്രി അമ്മയ്ക്ക് ഹൽവ കഴിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഹലുവയാണ്, എടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. ഇതിനേക്കാൾ എന്ത് വലിയ തിരിച്ചടിയാണ് ചന്ദ്രയ്ക്ക് ഇനി കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ നാണം കെട്ടിട്ടാണ് കേട്ടോ ആള് കയറി പോയത്. സച്ചിയും രേവതിയും തമ്മിലടിപ്പിച്ചിട്ട് രേവതി എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ചന്ദ്രയുടേത്. പക്ഷെ പദ്ധതിയെല്ലാം 8 നിലയിൽ പൊട്ടുവാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി ചന്ദ്രയ്ക്ക് കൊടുത്ത ഈ പണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്